സ്റ്റുഡൻസ്, ഇന്ന് നമ്മൾ യൂണിറ്റ് 4ലേക്ക് കടക്കുകയാണ്. ഹെൽത്ത് ആൻഡ് സേഫ്റ്റി മെഷേഴ്സ്, ആരോഗ്യ സുരക്ഷാ നടപടികൾ. ജോലിസ്ഥലത്തെ ജീവനക്കാരുടെ ആരോഗ്യവും സുരക്ഷയും ഉറപ്പുവരുത്തുന്നതിനുള്ള നടപടിക്രമങ്ങളെക്കുറിച്ചാണ് ഈ യൂണിറ്റിൽ പഠിക്കാൻ പോകുന്നത്. എൻ്റെ പേര് ജയൻ PL, തൃക്കാക്കര ഗവൺമെൻറ് വൊക്കേഷണൽ ഹയർ സെക്കൻഡറി സ്കൂളിലെ അധ്യാപകനാണ്. ഈ യൂണിറ്റിൽ ആദ്യം എന്താണ് വർക്ക് പ്ലേസ് സേഫ്റ്റി എന്ന് നമ്മൾ പഠിക്കുന്നു. രണ്ടാമത് അതിൻ്റെ പ്രാധാന്യം. മൂന്നാമത് പോളിസി സ്റ്റേറ്റ്മെൻറ്റ് എന്താണ്. 4 ഇതൊക്കെ മോണിറ്റർ ചെയ്യുന്നതിനുള്ള ഗവൺമെൻറ് ഏജൻസീസ് ഏതെല്ലാം തുടങ്ങിയ കാര്യങ്ങൾ പഠിക്കും. പിന്നീട് വരുന്നതാണ് എയർ ക്വാളിറ്റി, ശുദ്ധവായു നിലനിർത്തുന്നതിനുള്ള മാർഗ്ഗനിർദ്ദേശങ്ങൾ, എങ്ങനെ എയർ ക്വാളിറ്റി ചെക്ക് ചെയ്യാം. അതുപോലെ തന്നെ വാട്ടർ ക്വാളിറ്റി, ശുദ്ധജലം മലിനമാകാതിരിക്കാനുള്ള മാർഗ്ഗനിർദ്ദേശങ്ങൾ, എങ്ങനെ വാട്ടർ ക്വാളിറ്റി ചെക്ക് ചെയ്യാം. ഇത്രയും കാര്യങ്ങളാണ് ഈ വീഡിയോയിൽ ഉൾക്കൊള്ളിച്ചിരിക്കുന്നത്. വർക്ക് പ്ലേസ് സേഫ്റ്റി, ജോലിസ്ഥലത്തെ സുരക്ഷ. വർക്ക് പ്ലേസ് സേഫ്റ്റി ഡിഫൈൻഡ് ആസ് ദി മെഷേഴ്സ് ടു ബി ടേക്കൺ ടു എൻഷുർ ഹെൽത്ത് ആൻഡ് സേഫ്റ്റി ഓഫ് എംപ്ലോയീസ് അറ്റ് വർക്ക് പ്ലേസ്. അതായത് ജോലിസ്ഥലത്തെ ജീവനക്കാരുടെ ആരോഗ്യവും സുരക്ഷയും ഉറപ്പുവരുത്തുന്നതിനായി സ്വീകരിക്കേണ്ട നടപടികളാണ് ജോലിസ്ഥലത്തെ സുരക്ഷയിൽ നിർവചിച്ചിരിക്കുന്നത്. That is, workplace safety is about putting a stop to injury and sickness to employees at workplace. അതായത് ജോലിസ്ഥലത്തെ സുരക്ഷ എന്നാൽ ജീവനക്കാർക്ക് ജോലിസ്ഥലത്ത് പരിക്ക്, രോഗം തുടങ്ങിയവ വരാതെ നോക്കുക എന്നതാണ്. ഇനി പറയുന്ന കാര്യങ്ങളും വർക്ക് സേഫ്റ്റിയിൽ ഉൾപ്പെടുന്നതാണ്. Employee awareness related to basic safety, workplace hazards, risk relating to hazards, implementation of hazard preventions. സുരക്ഷ, ജോലിസ്ഥലത്തെ അപകടങ്ങൾ, അപകട സാധ്യത തടയൽ തുടങ്ങിയ കാര്യങ്ങളിലുള്ള ജോലിക്കാരുടെ അവബോധം. Putting into practice necessary safer method and techniques at workplace. അതായത് ആവശ്യമായ സുരക്ഷാ രീതികളും സങ്കേതങ്ങളും പ്രയോഗത്തിൽ വരുത്തുക. Safety rules and regulations designed mostly on the basis of existing government policies. നിലവിലുള്ള സർക്കാർ നയങ്ങളുടെ അടിസ്ഥാനത്തിൽ രൂപകൽപ്പന ചെയ്ത സുരക്ഷാ നിയമങ്ങളും നിയന്ത്രണങ്ങളും കൊണ്ടുവരിക. Safety training and education for employees should be given periodically with a view to make them aware about latest safety measures. പുതിയ രീതിയിലുള്ള സുരക്ഷാ നടപടികൾ അറിയുന്നതിനായി പരിശീലനവും വിദ്യാഭ്യാസവും ആനുകാലികമായി നൽകുക. അടുത്ത ക്വസ്റ്റ്യൻ, ഇമ്പോർട്ടൻസ് ഓഫ് വർക്ക് പ്ലേസ് സേഫ്റ്റി, ജോലിസ്ഥലത്തെ സുരക്ഷയുടെ പ്രാധാന്യം. Employees spend at least 8 hours a day in the workplace. Therefore, the workplace should be safe and healthy. ജീവനക്കാർ ഒരു ദിവസം കുറഞ്ഞത് 8 മണിക്കൂറെങ്കിലും ജോലിസ്ഥലത്ത് ചെലവഴിക്കുന്നു. ആയതിനാൽ ജോലിസ്ഥലം സുരക്ഷിതവും ആരോഗ്യപ്രദവും ആയിരിക്കണം. അടുത്ത പോയിന്റ്, വർക്ക് പ്ലേസ് സേഫ്റ്റി എലിമിനേറ്റ്സ് ഓർ മിനിമൈസസ് ദി വർക്ക് റിലേറ്റഡ് ഹസാർഡ്സ് ആൻഡ് ഇൽനെസ് അറ്റ് വർക്ക് പ്ലേസ്. ജോലിസ്ഥലത്തെ സുരക്ഷ ജോലിസ്ഥലത്തെ അപകടങ്ങളും രോഗങ്ങളും ഇല്ലാതാക്കുകയോ കുറയ്ക്കുകയോ ചെയ്യുന്നു. വർക്ക് പ്ലേസ് സേഫ്റ്റി എലിമിനേറ്റ്സ് lot of health problems emerging from various sources such as dust, gases, noise, vibrations and excessive temperatures. ജോലിസ്ഥലത്തെ സുരക്ഷ പൊടി, വാതകങ്ങൾ, ശബ്ദം, വൈബ്രേഷൻ, അമിതമായ താപനില തുടങ്ങിയവ മൂലമുണ്ടാകുന്ന ആരോഗ്യ പ്രശ്നങ്ങൾ കുറയ്ക്കുന്നു. Imperfect and unhygienic working situations have the possibility to upset an employee's health and safety. ശുചിത്വമല്ലാത്ത തൊഴിൽ സാഹചര്യങ്ങൾ ഒരു ജീവനക്കാരൻ്റെ ആരോഗ്യത്തെയും സുരക്ഷയെയും ബാധിക്കുന്നു. വർക്ക് പ്ലേസ് സേഫ്റ്റി എൻഹാൻസസ് ദി പ്രൊഡക്ടിവിറ്റി ഓഫ് എംപ്ലോയീസ്, റെഡ്യൂസിംഗ് ഓപ്പറേഷണൽ കോസ്റ്റ് ഫോർ ദി കമ്പനി. ജോലിസ്ഥലത്തെ സുരക്ഷ ജീവനക്കാരുടെ ഉൽപ്പാദനക്ഷമത വർദ്ധിപ്പിക്കുകയും അങ്ങനെ കമ്പനിയുടെ പ്രവർത്തന ചെലവ് കുറയ്ക്കുകയും ചെയ്യുന്നു. വർക്ക് പ്ലേസ് സേഫ്റ്റി റെഡ്യൂസ് വർക്ക് പ്ലേസ് സ്ട്രെസ് ഓഫ് ദി എംപ്ലോയി. ജീവനക്കാരുടെ ജോലിസ്ഥലത്തെ സമ്മർദ്ദം കുറയ്ക്കുന്നതിനും വർക്ക് സേഫ്റ്റി സഹായിക്കുന്നു. ഇതെല്ലാമാണ് വർക്ക് പ്ലേസ് സേഫ്റ്റി വളരെ പ്രാധാന്യം അർഹിക്കുന്നു എന്ന് പറയുന്നതിനുള്ള കാരണങ്ങൾ. അടുത്തത്, ഹെൽത്ത് ആൻഡ് സേഫ്റ്റി പോളിസി സ്റ്റേറ്റ്മെൻറ്റ്. എ ഹെൽത്ത് പോളിസി ഈസ് എ സ്റ്റേറ്റ്മെൻറ്റ് written by an employer
as a commitment to protecting the employees' health and safety. ജീവനക്കാരൻ്റെ ആരോഗ്യവും സുരക്ഷയും പരിരക്ഷിക്കുന്നതിനായി ഒരു തൊഴിലുടമ എഴുതിയ പ്രസ്താവനയാണ് ഹെൽത്ത് ആൻഡ് സേഫ്റ്റി പോളിസി സ്റ്റേറ്റ്മെൻറ്റ്. ഇഫ് യു എംപ്ലോയ് മോർ ദാൻ 5 members of staff, it is a legal requirement to have a health and safety policy statement. ഒരു കമ്പനിയിൽ 5-ൽ കൂടുതൽ പേർ ജീവനക്കാരായിട്ടുണ്ട് എങ്കിൽ ആ കമ്പനിക്ക് ഹെൽത്ത് ആൻഡ് സേഫ്റ്റി പോളിസി സ്റ്റേറ്റ്മെൻറ്റ് നിർബന്ധമായും ഉണ്ടായിരിക്കേണ്ടത് അത്യാവശ്യമാണ്. A health and safety policy statement sets out how the employer manage health and safety within a workplace. ഒരു എംപ്ലോയർ ജോലിസ്ഥലത്തെ ആരോഗ്യം സുരക്ഷയും എങ്ങനെ കൈകാര്യം ചെയ്യുന്നെന്ന് ഹെൽത്ത് ആൻഡ് പോളിസി സ്റ്റേറ്റ്മെൻറ്റിൽ വ്യക്തമാക്കുന്നു. ഒരു കമ്പനിയുടെ ഹെൽത്ത് ആൻഡ് സേഫ്റ്റി മാനേജ്മെൻറ്റ് സിസ്റ്റത്തിൽ താഴെ പറയുന്ന കാര്യങ്ങൾ ഉണ്ടായിരിക്കേണ്ടതാണ്. Prevent accidents and cases of work-related ill health by managing the health and safety risks in the workplace. അപകടസാധ്യത മുന്നിൽ കണ്ടുകൊണ്ട് ജോലിസ്ഥലത്തെ അപകടങ്ങളും അസുഖങ്ങളും തടയുക. Provide clear instructions and information and training to ensure employees are competent to do their work. ജീവനക്കാർക്ക് നല്ല രീതിയിൽ ജോലി ചെയ്യുന്നതിനുള്ള വ്യക്തമായ നിർദ്ദേശങ്ങളും വിവരങ്ങളും മതിയായ പരിശീലനവും നൽകുക. എൻഗേജ് ആൻഡ് കൺസൾട്ട് വിത്ത് എംപ്ലോയീസ് ഓൺ ഡേ ടു ഡേ ഹെൽത്ത് ആൻഡ് സേഫ്റ്റി കണ്ടീഷൻസ്. എല്ലാ ദിവസവും ആരോഗ്യ സുരക്ഷാ കാര്യങ്ങളെക്കുറിച്ച് ജീവനക്കാരുമായി കൂടിയാലോചിക്കുക. ഇംപ്ലിമെൻറ്റ് എമർജൻസി പ്രൊസീജിയേഴ്സ്, ഇവാക്വേഷൻ ഇൻ കേസ് ഓഫ് ഫയർ ഓർ അതർ സിഗ്നിഫിക്കൻറ്റ് ഇൻസിഡൻറ്റ്. തീപിടുത്തത്തിലോ മറ്റു പ്രധാന സംഭവങ്ങളിലോ അടിയന്തര ഒഴിപ്പിക്കൽ നടപടിക്രമങ്ങൾ നടപ്പിലാക്കുക. Maintain safe and healthy working conditions, provide and maintain plant, equipment and machinery, and ensure safe storage or use of substances. സുരക്ഷിതവും ആരോഗ്യകരമായ തൊഴിൽ സാഹചര്യം ഉണ്ടാക്കുക, ഉപകരണങ്ങളും യന്ത്രങ്ങളും നൽകുകയും പരിപാലിക്കുകയും ചെയ്യുക, വസ്തുക്കളുടെ സുരക്ഷിതമായ സംഭരണം ഉറപ്പാക്കുക തുടങ്ങിയ കാര്യങ്ങൾ. ഈ കാണുന്നതാണ് ഹെൽത്ത് ആൻഡ് സേഫ്റ്റി പോളിസി സ്റ്റേറ്റ്മെൻറ്റിൻ്റെ ഒരു മോഡൽ പ്രോട്ടോടൈപ്പ്. ഇത് ഹെൽത്ത് ആൻഡ് സേഫ്റ്റി പോളിസി സ്റ്റേറ്റ്മെൻറ്റ് ഓഫ് എന്നതിന് ശേഷം കമ്പനിയുടെ പേര് വരും. അതിന് താഴെ അവരുടെ പോളിസി സ്റ്റേറ്റ്മെൻറ്റ് കാണാം. ഏറ്റവും താഴെ എംപ്ലോയറുടെ ഒപ്പ്, ഡേറ്റ്, റിന്യൂ ചെയ്യുന്ന ഡേറ്റ് തുടങ്ങിയവ കാണാം. ഇത് അവരുടെ കമ്പനിയിൽ പ്രദർശിപ്പിച്ചിട്ടുണ്ടാവും. ഒരു കമ്പനിയിൽ ഹെൽത്ത് ആൻഡ് സേഫ്റ്റി ശരിയായ രീതിയിൽ നടപ്പിലാക്കുന്നുണ്ടോ എന്ന് മോണിറ്റർ ചെയ്യാൻ നമുക്ക് ഗവൺമെൻറ് ഏജൻസീസ് ഉണ്ട്. അത് ഏതെല്ലാമാണെന്ന് നോക്കാം. പ്രധാനമായി 4 ഏജൻസികളാണ് ഉള്ളത്. അതിൽ ആദ്യത്തേത് വേൾഡ് ഹെൽത്ത് ഓർഗനൈസേഷൻ WHO directs international health within the United Nations system and to lead partners in global health responses. അന്താരാഷ്ട്ര സഭയുടെ വ്യവസ്ഥകൾക്കുള്ളിൽ നിൽക്കുന്ന രാജ്യങ്ങളിലെ ആരോഗ്യ സുരക്ഷാ കാര്യങ്ങൾ നോക്കുകയും പങ്കാളികളെ നയിക്കുകയും ചെയ്യുന്നു. ഇന്ത്യ ആൻഡ് ഇൻ്റർനാഷണൽ ലേബർ ഓർഗനൈസേഷൻ ILO advance social justice and promote decent work by setting international labor standards. അന്താരാഷ്ട്ര തൊഴിൽ മാനദണ്ഡങ്ങൾ നിശ്ചയിച്ച് സാമൂഹ്യനീതി ഉറപ്പാക്കുക, മാന്യമായ ജോലി ഉറപ്പാക്കുക തുടങ്ങിയ കാര്യങ്ങൾ ശ്രദ്ധിക്കുന്നു. നാഷണൽ സേഫ്റ്റി കൗൺസിൽ ഓഫ് ഇന്ത്യ develop and sustain a voluntary movement on safety, health and environment at the national level. ദേശീയ തലത്തിൽ സുരക്ഷ, ആരോഗ്യം, പരിസ്ഥിതി എന്നിവയിൽ ഒരു സന്നദ്ധ പ്രസ്ഥാനം വികസിപ്പിച്ച് മുന്നോട്ട് പോകുന്നതിനുള്ള കാര്യങ്ങൾ ചെയ്യുന്നു. ഡയറക്ടറേറ്റ് ജനറൽ ഓഫ് ഫാക്ടറി അഡ്വൈസ് സർവീസ് ആൻഡ് ലേബർ ഇൻസ്റ്റിറ്റ്യൂട്ട്സ്. The DGFASLI is an attached office of the Ministry of Labour and Employment, Government of India, and serves as a technical arm to assist the Ministry in formulating national policies on safety and health in factories. ഫാക്ടറികളിലെ തൊഴിൽ സുരക്ഷ, ആരോഗ്യം എന്നിവ സംബന്ധിച്ച് ദേശീയ നയങ്ങൾ രൂപീകരിക്കുന്നതിന് മന്ത്രാലയത്തെ സഹായിക്കുന്നതിനുള്ള സാങ്കേതിക വിഭാഗമാണ് ഇത്.
എയർ ക്വാളിറ്റിയെക്കുറിച്ചാണ് ഇനി പഠിക്കാൻ പോകുന്നത്. എയർ ക്വാളിറ്റി ഡിസ്ക്രൈബ്സ് ഹൗ ഇൻസൈഡ് എയർ ക്യാൻ എഫക്റ്റ് എ പേഴ്സൺസ് ഹെൽത്ത്, കംഫർട്ട് ആൻഡ് എബിലിറ്റി ടു വർക്ക്. വായുവിൻ്റെ ഗുണനിലവാരം ഒരു വ്യക്തിയുടെ ആരോഗ്യം, ജോലി ചെയ്യാനുള്ള കഴിവ് എന്നിവയെ എങ്ങനെ ബാധിക്കുന്നു എന്നാണ് ഇതിൽ വിവരിക്കുന്നത്. ഇറ്റ് ക്യാൻ ഇൻക്ലൂഡ് ടെമ്പറേച്ചർ, ഹ്യൂമിഡിറ്റി, ലാക്ക് ഓഫ് ഔട്ട്സൈഡ് എയർ ഓർ എക്സ്പോഷർ ടു അതർ കെമിക്കൽസ്. താപനില, ഈർപ്പം, പുറം വായുവിൻ്റെ അഭാവം അല്ലെങ്കിൽ മറ്റു രാസവസ്തുക്കളുമായി സമ്പർക്കം പുലർത്തൽ എന്നിവ ഇതിൽ ഉൾപ്പെടും. IQ ഇൻഡെക്സിൻ്റെ ഇമേജാണ് നിങ്ങൾ കാണുന്നത്. 0 മുതൽ 500 വരെയുള്ള സംഖ്യകളാണ് എയർ ക്വാളിറ്റിയുടെ വാല്യൂ ആയി പറയുന്നത്. കേരളത്തിൽ എയർ ക്വാളിറ്റിയുടെ ഇൻഡെക്സ് 80നും 120നും ഇടയിലായിട്ടാണ് കാണപ്പെടുന്നത്. ഓഫീസിലെ എയർ ക്വാളിറ്റി ഇംപ്രൂവ് ചെയ്യുന്നതിന് പല മാർഗങ്ങളുണ്ട്. അതിനെക്കുറിച്ചാണ് ഇനി പറയുന്നത്. കീപ് യുവർ എയർ വെൻറ്റ്സ് ഓപ്പൺ ആൻഡ് അൺബ്ലോക്ക്ഡ്. If furniture, boxes or other items block the path of your air vents, the air inside your office won't circulate properly and could cause healthy issues. ഓഫീസിലെ എയർ വെൻറ്റുകൾ ബ്ലോക്ക് ചെയ്യുന്ന രീതിയിൽ സാധനങ്ങൾ വെച്ചാൽ വായുസഞ്ചാരം ശരിയായ രീതിയിൽ നടക്കുകയില്ല. അത് പല ആരോഗ്യ പ്രശ്നങ്ങൾക്കും കാരണമായേക്കാം. Replace air filters frequently. If your air filters are clogged, airflow becomes poor. Dust and debris will build up behind the filters and settle inside your air ducts, putting your employees' health at even more risk. എയർ ഫിൽറ്ററുകൾ അടഞ്ഞുപോയാൽ വായുസഞ്ചാരം മോശമാകും. പൊടിയും അവശിഷ്ടങ്ങളും ഫിൽറ്ററിൻ്റെ പുറകിൽ അടിഞ്ഞുകൂടി ജീവനക്കാരുടെ ആരോഗ്യം കൂടുതൽ അപകടത്തിലാക്കുകയും ചെയ്യും. Maintain a healthy level of humidity. Humidity between 30 and 50% helps keep dust mites, mold and other allergens under control. Use dehumidifiers and air conditioners to control the humidity level in your office. ആരോഗ്യകരമായ ഈർപ്പം നിലനിർത്തുക. 30 മുതൽ 50% വരെ ഈർപ്പത്തിൽ പൂപ്പൽ വളരുകയില്ല. മറ്റ് അലർജികളും നിയന്ത്രണത്തിലാണ്. ആയതിനാൽ ഡീഹ്യൂമിഡിഫയേഴ്സും എയർ കണ്ടീഷണേഴ്സും ഉപയോഗിച്ച് ഹ്യൂമിഡിറ്റി ഈ ലെവലിൽ നിലനിർത്തണം. യൂസ് ഫ്രഷ് എയർ whenever possible. If your office has windows, open them up and let that fresh air in. നിങ്ങളുടെ ഓഫീസിൽ ജനാലുകൾ ഉണ്ടെങ്കിൽ അവ തുറന്ന് ശുദ്ധമായി അകത്ത് കയറുവാൻ അനുവദിക്കുക. Keep your office clean. Regularly vacuum, dust, sanitize and promptly dispose all rubbish as it accumulates. പതിവായി ഓഫീസ് വൃത്തിയാക്കുക. അടിഞ്ഞുകൂടുന്ന മാലിന്യങ്ങൾ നീക്കം ചെയ്യുക. Keeping clean ensures less pollutant have a chance to mix with the air and make your employees sick. ഓഫീസ് വൃത്തിയായി സൂക്ഷിച്ചാൽ വായു മലിനമാകാനുള്ള സാധ്യത കുറയുന്നു. Add some office plants. Plants add a pleasing, peaceful atmosphere to office, absorb toxins and produce more oxygen, which means employees will be able to breathe more easily. സസ്യങ്ങൾ ഓഫീസിനെ മനോഹരവും സമാധാനപരവും ആക്കുന്നതോടൊപ്പം വിഷവസ്തുക്കളെ ആഗിരണം ചെയ്യുകയും കൂടുതൽ ഓക്സിജൻ ഉൽപ്പാദിപ്പിക്കുകയും ചെയ്യുന്നു. Have your air quality tested. Experts in air quality have the right tools and know how to measure air quality in office. They can measure airflow, humidity levels, ventilation, odors, leaks, standing water, water damage, mold growth and more. വായു ഗുണനിലവാര വിദഗ്ധർക്ക് ഉപകരണങ്ങൾ ഉപയോഗിച്ച് വായുവിൻ്റെ ഗുണനിലവാരം അളക്കാൻ സാധിക്കും. അവർക്ക് എയർഫ്ലോ, ഹ്യൂമിഡിറ്റി ലെവൽ, ദുർഗന്ധം, പൂപ്പൽ വളർച്ച തുടങ്ങിയ കാര്യങ്ങൾ അളക്കുവാൻ സാധിക്കും. Checking air quality. There is no single test to find an air quality problem. ഒറ്റ പരിശോധനയിൽ എയർ ക്വാളിറ്റി പ്രശ്നങ്ങൾ കണ്ടെത്താൻ പറ്റുകയില്ല. പല കാര്യങ്ങളും നോക്കേണ്ടി വരും. അത് ഏതെല്ലാമാണെന്ന് നോക്കാം.
Check measurements of temperature, humidity and airflow. എയറിൻ്റെ ടെമ്പറേച്ചർ, ഹ്യൂമിഡിറ്റി, എയർ ഫ്ലോ എന്നിവ പരിശോധിക്കുക. അതിനായി ഇൻഡോർ എയർ ക്വാളിറ്റി മോണിറ്റർ എന്ന ഡിവൈസ് ഉപയോഗിക്കാവുന്നതാണ്. ഇൻസ്പെക്ഷൻ ആൻഡ് ടെസ്റ്റിംഗ് ഓഫ് ദി വെന്റിലേഷൻ, ഹീറ്റിംഗ് ആൻഡ് എയർ കണ്ടീഷനിങ് സിസ്റ്റംസ് ഷുഡ് ബി പെർഫോംഡ്. വെന്റിലേഷൻ, ഹീറ്റിംഗ് ആൻഡ് എയർ കണ്ടീഷനിങ് ഉപകരണങ്ങളുടെ പരിശോധന തുടങ്ങിയവ നടത്തണം. A building walkthrough to check for odors and look for water damage, leaks, dirt may be helpful. ദുർഗന്ധം, ജലച്ചോർച്ച, അഴുക്ക് തുടങ്ങിയ കണ്ടെത്തുന്നതിന് കെട്ടിടം മുഴുവൻ നടന്ന് നോക്കുന്നത് സഹായകരമാകും. Standing water in humidifiers, air conditioning units can become contaminated with bacteria or fungus and need to be eliminated. ഹ്യൂമിഡിഫയേഴ്സിൽ കെട്ടിക്കിടക്കുന്ന വെള്ളം, എയർ കണ്ടീഷനിങ് യൂണിറ്റിലെ ബാക്ടീരിയ, ഫംഗസ് ബാധ തുടങ്ങിയവ ശ്രദ്ധിക്കണം. In some circumstances, specific testing for radon and carbon monoxide may be required as part of building occupancy. ചില സാഹചര്യങ്ങളിൽ കെട്ടിട നിർമ്മാണത്തിൻ്റെ ഭാഗമായി റാഡൺ, കാർബൺ മോണോക്സൈഡ് എന്നിവയ്ക്കായി പ്രത്യേക പരിശോധന ആവശ്യമായി വന്നേക്കാം. വാട്ടർ ക്വാളിറ്റി. Drinking water needs to be clean, safe for consumption, cool and palatable. കുടിവെള്ളം ശുദ്ധവും സുരക്ഷിതവും തണുത്തതും രുചികരവുമായിരിക്കണം. ഗൈഡ്ലൈൻസ് ടു കീപ് വാട്ടർ സേഫ്ലി. വെള്ളം സുരക്ഷിതമായി സൂക്ഷിക്കുന്നതിനുള്ള മാർഗനിർദ്ദേശങ്ങൾ. റീസൈക്കിൾ യൂസ്ഡ് ഐറ്റംസ്. Recycling used items or properly disposing of used items that cannot be recycled keeps them from making their way to rivers and oceans. ഉപയോഗിച്ച സാധനങ്ങൾ പുനരുപയോഗം ചെയ്യുകയോ പുനരുപയോഗം ചെയ്യാൻ പറ്റാത്തവ ശരിയായി നിർമ്മാർജ്ജനം ചെയ്യുകയോ ചെയ്താൽ അവ നദികളിലേക്കും സമുദ്രങ്ങളിലേക്കും പോകുന്നത് തടയാൻ സാധിക്കും. മിനിമൈസ് കെമിക്കൽ യൂസേജ്. എലിമിനേറ്റിംഗ് ഓർ മിനിമൈസിംഗ് use of harsh chemicals provide the best way to protect global water from chemicals. കഠിനമായ രാസവസ്തുക്കളുടെ ഉപയോഗം ഇല്ലാതാക്കുകയോ കുറയ്ക്കുകയോ ചെയ്യുന്നത് ജലത്തെ രാസവസ്തുക്കളിൽ നിന്ന് സംരക്ഷിക്കുന്നതിനുള്ള മികച്ച മാർഗമാണ്. Proper disposal of hazardous materials such as paint, motor oils, pharmaceuticals keeps them out of the water supply. പെയിൻറ്റ്, മോട്ടോർ ഓയിൽ, ഫാർമസ്യൂട്ടിക്കൽസ് തുടങ്ങിയ അപകടകരമായ വസ്തുക്കളുടെ ശരിയായ നിർമ്മാർജ്ജനം ജലം മലിനമാകുന്നതിനെ തടയുന്നു. റിഡ്യൂസ് വാട്ടർ യൂസേജ്. ലോവർ യുവർ വാട്ടർ യൂസേജ് ടു കീപ് വാട്ടർ സപ്ലൈസ് ക്ലീനർ ബൈ റിഡ്യൂസിങ് കെമിക്കൽ യൂസ്ഡ് ഇൻ ട്രീറ്റ്മെൻറ്റ്. വെള്ളം ആവശ്യത്തിന് മാത്രം ഉപയോഗിക്കുന്നതിലൂടെ വെള്ളം ശുദ്ധീകരണത്തിന് വേണ്ടിവരുന്ന കെമിക്കലുകളുടെ ഉപയോഗം കുറയ്ക്കാം. Additionally, it keeps water availability in aquifers for the times when people really need it, ensuring that more water won't be drained out from the ecosystem. അതുകൂടാതെ ജലസംഭരണികളിൽ ആവശ്യത്തിന് വെള്ളം എല്ലായ്പ്പോഴും ഉണ്ടാവുകയും നമ്മുടെ പരിസ്ഥിതി വ്യവസ്ഥയിൽ നിന്ന് കൂടുതൽ വെള്ളം നഷ്ടപ്പെട്ടു പോകുന്നില്ലെന്ന് ഉറപ്പാക്കുകയും ചെയ്യുന്നു. In contrast, irresponsible water usage can lead to droughts. നേരെ മറിച്ച് നിരുത്തരവാദിത്വപരമായ ജല ഉപയോഗം വരൾച്ചയിലേക്ക് നയിക്കും. കീപ് റൺ ഓഫ് മിനിമൽ. വാട്ടർ ദാറ്റ് റൺസ് ഡൗൺ സ്ട്രീറ്റ്സ് ആഫ്റ്റർ റെയിൻഫാൾ ഓർ ആഫ്റ്റർ യു വാഷ് യുവർ കാർ വിത്ത് ഹോസ് carries toxins from streets and yards that eventually may reach waterways. മഴയ്ക്ക് ശേഷം അല്ലെങ്കിൽ ഹോസ് ഉപയോഗിച്ച് നിങ്ങളുടെ കാർ കഴുകി ഒഴുകുന്ന വെള്ളം തെരുവുകളിൽ നിന്നും മുറ്റങ്ങളിൽ നിന്നുമുള്ള വിഷവസ്തുക്കൾ വഹിച്ച് അത് ഒടുവിൽ ജലപാതകളിൽ എത്തിച്ചേരുന്നു. Sweep rather than hose down your driveway if you need to get rid of berries. When wash your car, use a bucket instead of hose. നിങ്ങൾക്ക് അവശിഷ്ടം നീക്കം ചെയ്യണമെങ്കിൽ ചൂലുപയോഗിച്ച് അടിച്ചു കളയുകയോ കാർ കഴുകുമ്പോൾ ഹോസിന് പകരം ബക്കറ്റ് ഉപയോഗിക്കുകയോ ചെയ്യുക. Reuse water. Design a home rainwater capture system and grey water reuse system
to maximize your home water reuse. A basic rainwater system channels water from gutters into a collection barrel. മഴവെള്ളം സംഭരിച്ച് ഉപയോഗിക്കുക, മലിനജലം വീണ്ടും സംസ്കരിച്ച് ഉപയോഗിക്കുക തുടങ്ങിയ കാര്യങ്ങൾ പ്രാവർത്തികമാക്കുക. വേസ്റ്റ് വാട്ടർ ട്രീറ്റ്മെൻറ്റ് പ്ലാന്റ് ഈസ് യൂസ്ഡ് ടു പ്യൂരിഫൈ വാട്ടർ ആൻഡ് റീയൂസ് ഇറ്റ്. വേസ്റ്റ് വാട്ടർ ട്രീറ്റ്മെൻറ്റ് പ്ലാന്റ് ഉപയോഗിച്ച് മലിനജലം ശുദ്ധീകരിച്ച് വീണ്ടും ഉപയോഗിക്കാവുന്നതാണ്. Keep wetlands intact. Ensure that the wetlands remain intact. Wetlands act as a natural filter that keeps chemicals, excess nutrients and sediments from continuing through the water system. തണ്ണീർത്തടങ്ങൾ കേടുകൂടാതിരിക്കുന്നെന്ന് ഉറപ്പുവരുത്തുക. വെള്ളത്തിൽ നിന്ന് രാസവസ്തുക്കൾ, അധിക പോഷണങ്ങൾ, അവശിഷ്ടങ്ങൾ എന്നിവ നീക്കം ചെയ്യുന്നതിനുള്ള സ്വാഭാവിക ഫിൽട്ടറായി തണ്ണീർത്തടങ്ങൾ പ്രവർത്തിക്കുന്നു. Forests along waterways also act as a filters, so preserving or planting trees along streams and rivers can also help to keep waterways clean. ജലപാതകളിലെ വനങ്ങളും ഫിൽട്ടറുകളായി പ്രവർത്തിക്കുന്നു. അതിനാൽ അരുവികളുടെയും നദികളുടെയും അരികത്തെ മരങ്ങൾ സംരക്ഷിക്കുന്നത് ജലപാതകളെ വൃത്തിയായി സൂക്ഷിക്കാൻ സഹായിക്കും. വാട്ടർ ക്വാളിറ്റി ടെസ്റ്റ്. Water quality testing is important because it identifies contaminants and prevents waterborne diseases. ജലത്തിൻ്റെ ഗുണനിലവാര പരിശോധന വളരെ പ്രധാനമാണ്, കാരണം മലിനവസ്തുക്കളെ തിരിച്ചറിയുകയും ജലജന്യ രോഗങ്ങളെ തടയുകയും ചെയ്യുന്നു. Essentially, water quality testing makes sure that water is safe and meets local and international water standards. വെള്ളം പരിശോധിക്കുന്നതിലൂടെ വെള്ളം ശുദ്ധമാണോ എന്നും പ്രാദേശികവും അന്തർദേശീയവുമായ ജലമാനദണ്ഡങ്ങൾ പാലിക്കുന്നുണ്ടോ എന്നും ഉറപ്പുവരുത്തുവാൻ സാധിക്കുന്നു. pH ടെസ്റ്റിംഗ് പ്രൊസീജിയർ. ടെസ്റ്റ് ട്യൂബ് സാമ്പിൾ വാട്ടർ ഉപയോഗിച്ച് കഴുകുക. 5 ml സാമ്പിൾ വാട്ടർ ടെസ്റ്റ് ട്യൂബിൽ എടുക്കുക. 10 തുള്ളി വൈഡ് റേഞ്ച് ഇൻഡിക്കേറ്റർ സൊല്യൂഷൻ ചേർക്കുക. വൈഡ് റേഞ്ച് ഇൻഡിക്കേറ്റർ സൊല്യൂഷൻ എന്ന് പറയുന്നത് പല കോമ്പൗണ്ടുകളുടെ ഒരു മിശ്രിതമാണ്. അത് ചേർത്താൽ വെള്ളത്തിൻ്റെ pH അടിസ്ഥാനത്തിൽ പല കളറുകൾ കാണിക്കും. നന്നായി മിക്സ് ചെയ്യുക. വെള്ളത്തിൻ്റെ കളർ നോക്കി pH വാല്യൂ കണ്ടുപിടിക്കുക. നൈട്രേറ്റ് ടെസ്റ്റിംഗ് പ്രൊസീജിയർ. സാമ്പിൾ ബോട്ടിലിൽ സാമ്പിൾ വാട്ടർ എടുക്കുക. ടെസ്റ്റ് ട്യൂബ് കഴുകിയതിനു ശേഷം 2.5 ml സാമ്പിൾ വാട്ടർ എടുക്കുക. അതിൽ 5 ml മിക്സഡ് ആസിഡ് റിയേജൻറ്റ് ചേർത്ത് 2 മിനിറ്റ് വെയിറ്റ് ചെയ്യുക. വെള്ളത്തിൻ്റെ കളർ നോക്കി നൈട്രേറ്റിൻ്റെ അളവ് രേഖപ്പെടുത്തുക. റിയാക്റ്റഡ് സാമ്പിൾ ശരിയായ രീതിയിൽ നിർമ്മാർജ്ജനം ചെയ്യുക. അസൈൻമെൻറ്റ് ക്വസ്റ്റ്യൻസ് ആണ്. ഡിഫൈൻ വർക്ക് പ്ലേസ് സേഫ്റ്റി. Explain the importance of workplace safety. What is health and safety policy statement? List the government agencies that monitor health and safety. Write down the guidelines to keep clean air. Write down the guideline to keep water safely.